ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുക അല്ലേ. ഇവിടെ സോഡിയം ഫ്ലൂറൈഡിന്റെ വരയ്ക്കാനാണ് എൻ്റെ കുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇവിടെ സോഡിയത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മിസ് എഴുതിയിട്ടുണ്ട് അല്ലേ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ രണ്ട് പേരുടെയും സിമ്പൽ നമ്മൾ എഴുതി കൊടുക്കുന്നു. സോഡിയത്തിൻ്റെ എഴുതിയിട്ടുണ്ട്, ഫ്ലൂറിനും ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണല്ലോ എന്തായാലും സോഡിയം ഫ്ലൂറൈഡ് ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ ഡോട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ കാണിക്കാനാണ് നമ്മൾ ഡോട്ട് വരയ്ക്കുന്നത്. അപ്പം നോക്കിക്കേ, സോഡിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പുറമെയുള്ള ഷെല്ല് അല്ലേ. അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഞാൻ ഒരു ഡോട്ട് വരച്ചു. ഫ്ലൂറിൻ്റെ ആണെങ്കിലോ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഞാൻ 1 2 3 4 5 6 7 ഡോട്ട് വരയ്ക്കണം. ഇനി എന്താ മക്കളെ ചെയ്യേണ്ടത്? സോഡിയം കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഒക്ടറ്റ് പൂർത്തിയാക്കാൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലേ. അങ്ങനെയാണ് ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഡിയം ആരായിട്ട് മാറും? ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്താൽ നമ്മുടെ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പം ഇനി സോഡിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഇല്ല, ഒന്ന് വിട്ട് കൊടുത്തു. ഫ്ലൂറിൻ ഒക്ടറ്റ് പൂർത്തിയാക്കാൻ ഈ ഒരു ഇലക്ട്രോണിനെ മേടിക്കും. ഒരു ഇലക്ട്രോണിനെ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 7 ഉണ്ട്. ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ ഫ്ലൂറിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൂറിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഡോട്ട് വരയ്ക്കണം. 1 2 3 4 5 6 7 8. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ ഫ്ലൂറിന് ഒരു നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് കാണിച്ചു കൊടുക്കണം. ഉറപ്പായും ചാർജ് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടൂ. സോ ഓൾ ദ ബെസ്റ്റ്.